ഹൈ സുഹൃത്തുക്കളെ, പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നിയമനമാണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർക്ക് തത്തുല്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നമുക്കറിയാം, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ITIകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള നിയമനമാണ്. അവിടെയുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ് ആക്ച്വലി ആ ITIകളിൽ 44ഓളം ITIകളിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സംസ്ഥാനത്ത് 44 ITIകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്ത് വിവിധ ട്രേഡുകളുണ്ട്. ആ കൂട്ടത്തിൽ പ്ലംബർ ട്രേഡും അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഇൻസ്ട്രക്ടർമാരെയാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കാറ്റഗറി നമ്പറായിട്ടാണ്. കാറ്റഗറി നമ്പർ 14/2025, 15/2025 എന്നുള്ളതാണ് 2 കാറ്റഗറി നമ്പറായിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 അപ്പൊ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, പ്ലംബർ ട്രേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിവിലുകാരും മെക്കാനിക്കലുകാരും വരും. ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. I+E പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് വളരെ ചെറിയ ഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ. കഴിഞ്ഞ തവണത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിൽ 1ാം റാങ്ക്, സ്റ്റേറ്റ് വൈഡ് 1ാം റാങ്ക് I+ ആയിരുന്നു നേടിയത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ നമ്മൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ 2 കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 14/2025 എന്നുള്ളത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ നിശ്ചിത യോഗ്യതയുള്ള, അതായത് ഡിപ്ലോമ ഉള്ള ആളുകളുടെ അവരിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ആണ് 14/2025 എന്നുള്ളത്. 15/2025 എന്നുള്ളതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇൻ ദി ആബ്സെൻസ് ഓഫ് ക്വാളിഫൈഡ് ഹാൻഡ്സ് അണ്ടർ ഐറ്റം 1 എബോവ്. അതായത് ഈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിൽ നിന്ന്, നിലവിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു പക്ഷേ ഈ നിശ്ചിത യോഗ്യതയുള്ള ഈ ഡിപ്ലോമയുള്ള ആളുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ അഭാവത്തിൽ ഈ വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ അങ്ങനെയുള്ള ആളുകളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കിട്ടിയില്ല, ഈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നിന്നായിരിക്കും അവരെ നിയമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 2017 ഇതേ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇത് വന്നിരുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ. 14/2025, 15/2025 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട്, ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും ഉണ്ട്. ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിൽ നിശ്ചിത ശതമാനം ഉദ്യോഗാർത്ഥികളെ കിട്ടിയില്ലെങ്കിലാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ആളുകളെ പരിഗണിക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എനിവേ, ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ ഒക്കെ പഠിച്ച അതേ സിലബസ് വെച്ച് തന്നെ നമുക്ക് ഈ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർക്കായിട്ടും തയ്യാറെടുക്കാം. പ്ലംബർ റിലേറ്റഡ് ജോലികൾക്കെല്ലാം PSC ഒരുപാട് പരീക്ഷകൾ നടത്താറുണ്ട്. അതൊക്കെ ഏതാണ്ട് സമാനമായ സിലബസ് ഒക്കെയാണ്, ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ ക്ലബ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്പർ ഓഫ് വേക്കൻസികൾ 2 പറയുന്നത്. നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്പർ ഓഫ് വേക്കൻസീസ് 2. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ 10 വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പർ ഏജ് ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല ബൈ ട്രാൻസ്ഫർ ആണെങ്കിൽ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ 36 വയസ്സ് വരെയാണ്, 18 മുതൽ 36 വയസ്സ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന്റെ എന്ന് പറയുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അവർക്ക് എന്തും കിട്ടും, ഏജ് റിലാക്സേഷൻ, റിസർവേഷൻ ഉള്ള കാറ്റഗറികൾക്ക് യൂഷ്വലി കിട്ടുന്ന ഏജ് റിലാക്സേഷനും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, 4% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ 4% ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. ഡിപ്ലോമ തന്നെയാണ്, 3 വർഷത്തെ ഡിപ്ലോമ ഉള്ള ആളുകളായിരിക്കണം. ഏതൊക്കെ ബ്രാഞ്ചിൽ? സിവില്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽ ടെക്നോളജി, ടെക്സ്റ്റൈൽ ഡിസൈനിങ്, ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള, അതായത് ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്, അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ റിലേറ്റഡ് ട്രേഡിലുള്ള 3 വർഷത്തെ ഡിപ്ലോമ വേണം. എന്താണ് റിലേറ്റഡ് ട്രേഡ് എന്നുള്ളത്? അത് സിവിലും മെക്കാനിക്കലുമാണ്. ഈ 2 കൂട്ടർക്കും പ്ലംബർ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റ് ട്രേഡുകൾ ഉണ്ടെങ്കിൽ അതും അവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പോളിടെക്നിക്കിൽ നിന്നുള്ള ഒരു പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഡിപ്ലോമയുടെ ഹയർ ആയിട്ടുള്ള BTechകാരും ഒക്കെ ഇതിന് എലിജിബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ്. ജൂൺ 4 വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ
ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐപ്ലസിന്റെ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ വിശദാംശങ്ങൾ അറിയാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോഴ്സിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ എൻക്വയറികൾ നടത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ പഠിച്ചു തുടങ്ങുക, നല്ലൊരു ജോലിയിലേക്ക് എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.